പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് തന്ന പുതിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെട്ടിരുന്നാൽ ശത്രുക്കളുടെ മുമ്പിൽ അവരെ ആത്മാവിൽ ബലപ്പെടുന്നവരെ ദൈവം അത്ഭുതവും അടയാളവുമാക്കും. യെസ്, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 29-30 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവർ പട്ടണം പണിതിരുന്നതായ മലയുടെ മുകളിൽ കയറ്റിയിട്ട് അവനെ തലകീഴായി താഴേക്കിടുവാൻ അവർ ഭാവിച്ചു. 30-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവനോ അവരുടെ നടുവിൽ കൂടെ നടന്ന് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രണ്ടും പൊരുത്തപ്പെടാത്ത രണ്ട് കാര്യം. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: കർത്താവിനെ അവർ പിടിച്ചും കൊണ്ട് പട്ടണം അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് തലകീഴായി താഴേക്കിടുവാൻ അവനെ പിടിച്ചും കൊണ്ട് മലയുടെ മുകളിൽ കൊണ്ടുപോയതാ. എങ്ങനെയോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ നോക്കിയപ്പോൾ അത്ഭുതകരമായി അവരുടെ മുൻപിൽ കൂടെ ഒരു കൂസലുമില്ലാതെ കർത്താവ് നടന്നു നീങ്ങുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: കർത്താവ് ബലത്തോടെ, വലിയ ബലത്തോടുകൂടെ താൻ ഗലീലയിൽ ശുശ്രൂഷ ആരംഭിക്കുവാൻ വന്നു. തന്റെ പിതൃനഗരമായ നസ്രയത്തിൽ കർത്താവ് കടന്നു വന്നു. പക്ഷെങ്കിൽ തന്റെ സ്വന്തം ദേശക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, തന്റെ കുടുംബത്തെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഗോത്രങ്ങളെയും ഒക്കെ അറിയുന്നവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് യേശുവിനെ കളിയാക്കി, അവന്റെ ശുശ്രൂഷയെ പരിഹസിച്ചു. യേശു അല്പം പോലും അതിനകത്ത് ക്ഷീണിതനായില്ല. അവരിൽ നിന്ന് മറ്റൊന്നും കർത്താവ് പ്രതീക്ഷിച്ചില്ല. അവരോട് കർത്താവ് പറഞ്ഞു: ഒരു പ്രവാചകനും തന്റെ പിതൃ നഗരത്തെ അല്ലെങ്കിൽ പിതൃദേശത്ത് വലിയ ബഹുമാനമൊന്നും അർഹിക്കുന്നില്ല. എനിക്കും അത് മാത്രമേ, വലിയ ബഹുമാനമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ പരിഹസിച്ചിരുന്നാലും ഞാൻ എൻ്റെ ശുശ്രൂഷയെ വിട്ട് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനല്ലാതെ ഞാൻ പുറമോട്ട് പോകുകയില്ല എന്ന് കർത്താവ് അവരോട് പറയുകയുണ്ടായി. കോപാകുലരായിട്ടുള്ള നാട്ടുകാർ ചേർന്ന് കർത്താവിനെ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാൻ ഭാവിച്ചപ്പോൾ കർത്താവ് താനും അവരുടെ നടുക്കും കൂടെ അത്ഭുതകരമായി നടന്നു നീങ്ങി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആത്മാവിന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെങ്കിൽ കർത്താവ് ദൈവപുത്രനായിരിക്കെ സ്വർഗത്തിൽ നിന്ന് സർവശക്തനായ തന്റെ പിതാവിന് കർത്താവിനെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നും എന്റെ പുത്രനെ മലയുടെ മുകളിൽ നിന്നും താഴേക്കിടാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് ദൂതന്മാരോട് പറഞ്ഞു ചെന്ന് കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ദൂരെ അങ്ങ് ആത്മാവിൽ കൂടെ സഞ്ചരിച്ചു പോകാം. നോ, പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. പിതാവ് എന്താ ചെയ്തെന്നറിയാം? പുത്രനോട് പറഞ്ഞു: നീ അവരുടെ മുൻപിൽ അത്ഭുതമായി നടകൊള്ളണം. കാരണം നിന്നിൽ വിശ്വസിക്കുന്നവരും പിൽക്കാലങ്ങളിൽ പരിഹാസികളുടെ മുൻപിൽ അവർ നിവർന്നു നിൽക്കുവാൻ ഇടയാക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും ശത്രുക്കളുടെ മുൻപിൽ നമ്മൾ കുനിഞ്ഞു നടക്കേണ്ടവരല്ല, നിവർന്ന് നടക്കേണ്ടവരാ. ശക്തന്മാരെ അവൻ പൊടിയിൽ നിന്ന് ഉയർത്തി അവൻ നിവർന്നു നിൽക്കുമാറാക്കുന്നു. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതാ. ഹന്ന ആത്മാവിലായി 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹന്ന ആത്മാവിലായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറയുകയാണ്: ഭക്തന്മാരെ അവൻ പൊടിയിൽ നിന്ന് ഉയർത്തി നിവർന്നു നിൽക്കുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു ക്വാളിറ്റി നമ്മളിൽ വളരുമ്പോൾ, അല്ലായെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളിൽ വളർച്ച പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ എപ്പോഴും കരയുന്നവരായിരിക്കും. എപ്പോഴും സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കും. എപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ കലങ്ങിപ്പോകും. നമ്മുടെ കലക്കം കണ്ട് ശത്രു നമ്മളിന്മേൽ മുതലെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു നായെ നിങ്ങൾ അടിക്കാൻ ഒരു നായ കുരിച്ചും കൊണ്ട് വരുമ്പോൾ ആ നായയുടെ മുൻപിൽ നായ്ക്കും പാമ്പിനും നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ തിരിച്ചല്ലെങ്കിൽ അളക്കുവാനുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു കഴിവുണ്ട്. ഭയത്തിന്റെ ആത്മാവിനാൽ പെട്ട് നമ്മൾ ഭയപ്പെട്ട് പുറമോട്ട് നീങ്ങുന്നവരാണെങ്കിൽ നായ കടിക്കും. അതുപോലെയാണ് പാമ്പും. ആ പാമ്പിന് വളരെ ദൂരത്തിൽ തന്നെ, ഏതാണ്ട് ഒരു 8 അടി മൂക്കൻ 8 അടി ദൂരത്തിൽ വെച്ച് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ അളക്കും.
നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഭയം അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുകയാണെങ്കിൽ അത് എത്രത്തോളം നമ്മൾ ഭയത്തിന് അടിമകളാണെന്ന് അത് നോക്കും. ഒരു നായ അത് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ അളന്നു നോക്കും. നോക്കൂ, പ്രകൃതിയിൽ അങ്ങനെ ഒരു പ്രകൃതിദത്തമായ ഒരു കഴിവുണ്ടെങ്കിൽ പിശാചിന് അതിനേക്കാട്ടിലും വലിയ ശക്തിയുണ്ട്. അതിന് ഭയത്തെ തിരിച്ചറിയാം. മനുഷ്യന്റെ ഭയത്തെ അതിന് തിരിച്ചറിയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് കാണിച്ചതായ മാതൃക നോക്കൂ. അവനെ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിടുവാൻ കൊണ്ടുപോയതായ പരിഹാസികളുടെ മുൻപിൽ വെച്ച് ആത്മബലത്തിൽ നിറഞ്ഞുകൊണ്ട് അവൻ അവരുടെ മധ്യത്തിൽ കൂടെ നടന്നു നീങ്ങി. പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ശത്രുക്കളെ കണ്ട് ഭയപ്പെടുന്നവരായിട്ടല്ല, അവർ നമ്മോട് ചെയ്യുവാൻ പോകുന്നതായ വലിയ ഭീകരമായ കാര്യങ്ങളെ കണ്ട് നാം ഭയത്താൽ നടുങ്ങുന്നവരല്ല. ആത്മബലം കൊണ്ട് നാം അവരുടെ മുമ്പിൽ കൂടെ നടന്നു നീങ്ങുന്നതിന് വേണ്ടി നമ്മളിൽ ഒരു സമർപ്പണ ബോധം നമ്മളിൽ ഉണ്ടാകുമുണ്ടെങ്കിൽ, ഒരു ഒരുക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്വായത്തമാകുന്നതായ ഒരനുഭവമായിരിക്കില്ല. അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായ ഒരു അനുഭവം നമ്മളിൽ ഒരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ ആത്മദത്തമായി നമ്മളിൽ ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മൾ അത് പ്രാപിച്ചെടുക്കുമ്പോൾ നമുക്ക് ബലം തരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിഹാസികൾ വരും കാലങ്ങളിൽ നിന്നെ തലകുത്തി താഴേക്കിട്ട് മറിച്ചിടുവാൻ പരിശ്രമിക്കും. ശത്രുക്കൾ നിന്റെ അല്ലെങ്കിൽ നിന്റെ വ്യക്തിത്വത്തിന് ആക്ഷേപം വരുവാനുള്ളതായ, വികൃതമാക്കുവാനുള്ളതായ അനേക സന്ദർഭങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കും. നീ ആത്മാവിൽ ബലപ്പെടുകയാണെങ്കിൽ, ആത്മശക്തിയാൽ നിറയപ്പെടുന്നവനാണെങ്കിൽ, ഭയത്തിന്റെ ആത്മാവിനാലല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ദൈവകൃപയിൽ ബലപ്പെടുന്നവനാണെങ്കിൽ ദൈവം നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതങ്ങളാക്കി വയ്ക്കും. നിന്നെ മാത്രമല്ല, നിന്നെയും നിന്റെ തലമുറകളെയും ലോകത്തിൽ ദൈവം അത്ഭുതങ്ങളാക്കി മാറ്റും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ പലപ്പോഴും പല അസാധ്യതകളും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെങ്കിൽ അതിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിപ്രവർത്തിക്കുമ്പോൾ അസാധ്യതകൾ സാധ്യതമുള്ളതായി മാറും. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മളൊന്ന് നോക്കൂ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിപ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അന്ധകാരത്തിന്മേൽ പരിപ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പരിപ്രവർത്തിക്കുന്ന ഒരു പ്രതലം എവിടെയുണ്ടോ അവിടെ ദൈവം അരുളി ചെയ്യും, വെളിച്ചമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെളിച്ചമുണ്ടായി. ആത്മാവിന്റെ പരിപ്രവർത്തനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വെളിച്ചത്തിൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതായ ഒരു വാക്കിൽ അനുസരണം സൃഷ്ടി സംഭവിച്ചത്. നമ്മളിൽ ആത്മാവ് പരിപ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചില ആജ്ഞകൾ സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. ശത്രുവിന്റെ മുൻപിൽ, അന്ധകാരത്തിന്റെ മുൻപിൽ വെളിച്ചമുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി? തന്റെ ഭക്തന്മാർ നടന്നു പോകുന്നതിന് വേണ്ടി, അവർ നടന്നു പോകേണ്ടതിന് വേണ്ടി ദൈവം ഉണങ്ങിയ നിലങ്ങളെ സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ നിറഞ്ഞതായിരിക്കാം, പ്രയാസങ്ങളും പരിഹാസങ്ങളും നിറഞ്ഞതായിരിക്കാം, നിന്നെയും അപമാനവും നിറഞ്ഞ നാളുകൾ നിനക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ ആത്മാവിൽ നീ ബലപ്പെടുക, ഞാൻ നിനക്ക് അവരുടെ മുൻപിൽ അത്ഭുതങ്ങളും അടയാളമാകുവാൻ നിനക്ക് കൃപ തരും എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ദൈവശക്തിയെയും ദൈവത്തിന്റെ കൽപ്പനകളെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് അവന്റെ സന്നിധിയിൽ ലോകത്തിൽ നിന്ന് ശത്രുക്കളുടെ മുൻപിൽ അത്ഭുതങ്ങളായും അടയാളങ്ങളായും ജീവിക്കുവാൻ ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കൊക്കെയും കൃപയും ബലവും ഭാഗ്യവും തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.